ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഫുൾ മൂൺ ഡേയിൽ മെഡിറ്റേഷന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഫുൾ മൂൺ പിങ്ക് മൂൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിങ്ക് മൂൺ എന്നത് പിങ്ക് നിറമുള്ള ചന്ദ്രൻ അല്ല. അമേരിക്കൻ സ്വദേശികളുടെ പാരമ്പര്യത്തിൽ വരുന്ന ഫോക്സ് എന്ന പിങ്ക് പുഷ്പങ്ങളുടെ പൂക്കാലത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പേര് വന്നത്. ഇത് ആത്മീയമായി മാനസികമായി ചില പ്രത്യേക ഗുണങ്ങൾ നൽകുന്ന സമയമായി പലരും കാണുന്നു. പിങ്ക് മൂണിൻ്റെ ഗുണങ്ങൾ: മാനസിക സമാധാനം. പൂർണ്ണ ചന്ദ്രദിനങ്ങളിൽ മനസ്സ് കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ധ്യാനം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ പിങ്ക് മൂൺ. നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്കുള്ളിലെ പഴയ ദുഃഖങ്ങൾ, മാനസിക ഭാരങ്ങൾ എന്നിവ വിട്ടുകളയാൻ അനുയോജ്യമായ സമയമായി ഇതിനെ കരുതുന്നു. പുതിയതായി തുടങ്ങാനുള്ള ശക്തി. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ, ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമാണ് ഈ പിങ്ക് മൂൺ. പിന്നെ ആത്മീയ വളർച്ച. ആത്മാവുമായി കൂടുതൽ ബന്ധപ്പെടാൻ സഹായിക്കുന്നു. പ്രാർത്ഥന, ധ്യാനം എന്നിവ കൂടുതൽ ഫലപ്രദമാവും. നമ്മുടെ ഇന്ന സോളുമായി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ പിങ്ക് മൂൺ ഈ സമയത്ത് ഉള്ളത്. ഉറക്കം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നു. ചന്ദ്രപ്രകാശം മനസ്സിനെ ശാന്തമാക്കി നല്ല ഉറക്കത്തിന് സഹായമാകും. പിന്നെ നിങ്ങൾക്കുള്ളിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ മെഡിറ്റേഷനോടെ, അതായത് ഇന്നത്തെ ഈ പിങ്ക് മൂൺ മെഡിറ്റേഷനിൽ നമുക്ക് സഹായമാകുന്നു. ക്ഷമയും സ്നേഹവും വളർത്താൻ സഹായിക്കുന്ന ഒരു സമയമായി പലരും ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എത്ര പേർ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് ആത്മീയമായ വളർച്ചയിൽ എത്തിക്കാൻ സഹായമാകുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ എനർജിയെ വളർത്താൻ മെഡിറ്റേഷൻ വഴി സാധിക്കും. ഈ ജോലി തിരക്കുകൾക്കിടയിൽ എല്ലാവരും ദിവസം ഒരു അരമണിക്കൂറെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടെൻഷൻ റിലീഫിനും സ്ട്രെസ് റിലീഫിനും എല്ലാത്തിനും ഏറ്റവും പ്രയോജനമായൊരു ടൂളാണ് മെഡിറ്റേഷൻ എന്നത്. മിനിമം അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്ത് പോകുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെങ്കിൽ നിലത്തിരുന്നോ, കട്ടിലിരുന്നോ, കസേരയിലിരുന്നോ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കട്ടിലിൽ കിടന്നും ചെയ്യാവുന്നതാണ്. നിലത്തിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് തറയുമായി ഒരിക്കലും മുട്ടരുത്. ഒന്നെങ്കിൽ ഒരു പായ, അല്ലെങ്കിൽ ഷീറ്റ്, അല്ലെങ്കിൽ മാറ്റ് ഇത് കരുതുക. എന്നിട്ട് അതിന് മുകളിൽ ഇരുന്ന് വേണം മെഡിറ്റേഷൻ ചെയ്യുവാൻ. കസേരയിരിക്കുമ്പോൾ നമ്മൾ കാലുകൾ ഡയറക്റ്റ് തറയുമായി മുട്ടരുത്. അത് ഇതുപോലെ തന്നെ ഒരു ഷീറ്റിൻ്റെ മുകളിലോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പലകയുടെ മുകളിലോ കാല് വെച്ചതിന് ശേഷം മാത്രമേ മെഡിറ്റേറ്റ് ചെയ്യാവുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ എനർജി പാസിങ് സ്മൂത്താക്കാൻ വേണ്ടി നട്ടെല്ല് നിവർന്ന് തന്നെ ഇരിക്കണം. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും നട്ടെല്ല് നേരെ ഇരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പം നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സാവധാനം ഇരിക്കുക, ശാന്തമായ സ്ഥലത്തിരിക്കുക. നിങ്ങളുടെ ശരീരം സുഖകരമായി നിവർന്നിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. കൈകൾ കാൽമുട്ടുമ്മൽ മലർത്തി വെക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് ചിന്മുദ്ര ഉപയോഗിക്കാവുന്നതാണ്. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുക. അത് ഹോൾഡ് ചെയ്യുക. 1 2 3 4. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഇപ്പോൾ എടുത്ത ശ്വാസം എത്രയാണോ അതിൻ്റെ ഇരട്ടി പുറത്തേക്ക് പോകുന്ന രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം വീണ്ടും എടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം സാധാരണ രീതിയിലാക്കുക. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് എല്ലാ പോസിറ്റീവ് എനർജീസ് കടന്ന് വരുന്ന രീതിയിൽ ശ്വാസം എടുക്കുക. അതോടൊപ്പം ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എല്ലാ ടെൻഷനുകളും പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാത്രം കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആകാശത്ത് പോകുന്ന ചന്ദ്രനെ നല്ല രീതിയിൽ കാണാം എന്നൊന്ന് സങ്കല്പിക്കുക. ആ ചന്ദ്രൻ തണുത്തതും ശാന്തമായ പ്രകാശം നിങ്ങളുടെ മേൽ
വീഴുന്നതായി അനുഭവിക്കുക. ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് പതിക്കുന്നു. ആ പ്രകാശം നിങ്ങളുടെ തലയിൽ നിന്ന് മന്ദമായി ശരീരത്തിലുടനീളം ഒഴുകുന്നു. ആ പ്രകാശം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങൾക്കുള്ളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാം അലിഞ്ഞു പോവുകയാണ്. നിങ്ങൾക്കുള്ളിലെ ദുഃഖം, ഉത്കണ്ഠ, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് ആ പ്രകാശത്തെ ലയിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇതോടൊപ്പം അലിഞ്ഞു ചേരുകയാണ്. നിങ്ങൾ ഇപ്പോഴും വളരെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഒരു പേപ്പർ കഷണത്തിൻ്റെ അത്രയും കനമുള്ളതായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നു. കല്ല് പോലിരുന്ന നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ വെറും പേപ്പർ കഷ്ണം പോലെ ആയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ വാക്കുകൾ ആവർത്തിക്കുക. ഞാൻ ശാന്തനാണ്, ഞാൻ സമാധാനമാണ്, ഞാൻ എൻ്റെ പഴയ വേദനകളെ വിടുന്നു, ഞാൻ പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാണ്. എൻ്റെ ഉള്ളിലെ പ്രയാസങ്ങളെല്ലാം ഇവിടെ അലിഞ്ഞു ചേരുകയാണ്. എൻ്റെ ഉള്ളിൽ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും മാത്രം. എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. അതിൻ്റെ വഴികൾ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു. എനിക്ക് ഒരു കൂട്ടായും തണലായും എന്നോടൊപ്പം എൻ്റെ ദൈവം മാത്രമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാഗ്രഹം, ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരാഗ്രഹം നടന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ചിലപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അത് നന്നായി വരുന്നതായിരിക്കും. അല്ല എങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും.
അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ ഒരു നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം അതെല്ലാം ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ചിന്തയുടെ അനന്തരഫലമാണ് നാം എപ്പോഴും അനുഭവിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ജീവിതം. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതിന് ദൈവത്തോട് നന്ദി പറയുക. എൻ്റെ ദൈവമേ, എന്നെ എപ്പോഴും നീ സംരക്ഷിക്കുകയും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും നല്ല വഴികാട്ടിയായി എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തതിന്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നന്ദി ദൈവമേ, നന്ദി നീ. ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണം എന്നെനിക്കറിയില്ല. എൻ്റെ ജീവിതം തീർച്ചയായും എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും, എനിക്ക് തന്നിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും, എല്ലാത്തിനും അതെനിക്ക് നല്ല രീതിയിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നല്ല രീതിയിൽ തന്നെ ആക്കി തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്, താങ്ക് യു വെരി മച്ച്. എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ച് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടൊരു വഴികാട്ടായി നിന്ന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. നന്ദി ദൈവമേ, നന്ദി പ്രപഞ്ചമേ. നിങ്ങൾ എങ്ങനെയുള്ള ജീവിതമാണോ ആഗ്രഹിച്ചിരുന്നത് ആ ജീവിതം ജീവിക്കുന്നതായി അനുഭവിക്കുക. നിങ്ങൾക്ക് ദൈവത്തിനോടോ പ്രപഞ്ചത്തിനോടും അല്ലാതെ വേറെ ആരോടെങ്കിലൊക്കെ നന്ദി അർപ്പിക്കാനുണ്ട് എങ്കിൽ അത് അവരുടെ പേരുകൾ ചൊല്ലി നിങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. നിങ്ങൾക്കുള്ളിൽ ആ സന്തോഷം, ആ സമാധാനം അതെല്ലാം നിങ്ങൾക്കുള്ളിൽ നിറയട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വാർ, അതെല്ലാം പൂർണ്ണമായി നിർത്തുവാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഈ ലോകത്ത് എല്ലായിടത്തും
സമാധാനം പരക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഈ ലോകത്ത് ശാന്തിയും സമാധാനവും നിറയുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ ലോകത്ത് ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ഇന്നുള്ള ഈ ലോകത്ത് എല്ലാവർക്കും വേണ്ടി ശാന്തിയും സമാധാനവും പരക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ കഴിയട്ടെ. ഇന്ന് ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാവരുടെ ഉള്ളിൽ സന്തോഷം മാത്രം. എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നു. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിമറിച്ചതിന്, എല്ലാവർക്കുള്ളിൽ നന്മയും സമാധാനവും കൊണ്ടുവന്നതിന് ദൈവമേ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് ലഭിച്ചതിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നതിന് എല്ലാ നന്മയ്ക്കും വേണ്ടി നന്മ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരിലേക്ക് പകർത്തുന്നതിനും വേണ്ടിയും ഈ ഒരു ജന്മം എനിക്ക് ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി ദൈവമേ, നന്ദി. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം വിടുക. ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. 1 2 3 4. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക.
1, 2, 3. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ സാവധാനം ചലിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും തമ്മിൽ കൂട്ടിത്തിരുമ്മി ചൂടായതിനു ശേഷം സാവധാനം കണ്ണുകളിലേക്ക് വയ്ക്കുക. ഒരു 3 തവണ സാവധാനം പ്രസ് ചെയ്യുക. ശേഷം പതുക്കെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക. ഹായ്, ഈ മെഡിറ്റേഷൻ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പോസിറ്റീവായി ബിൽഡപ്പ് ചെയ്തു വരുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ എങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ അടുത്ത ഫുൾ മൂൺ ഡേയിൽ ഫുൾ മൂൺ മെഡിറ്റേഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.